ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ ഫിഷ് കറിയാണ്. എന്നിട്ട് 2 സവാള എടുക്കുക, ചെറുതായിട്ട് മുറിക്കുക. അതിനുശേഷം 2 പച്ചമുളകും നടുകെ കീറിയിടുക. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഹോൾ തേങ്ങ. അത് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുക. പിന്നെ തേങ്ങാപ്പാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. പിന്നീട് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുകും കുറച്ച് വെന്തയും ഇടാം. അതൊക്കെ ഒന്ന് പൊട്ടി ഇതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും നമ്മൾ മുറിച്ച് വെച്ച മുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതിലോട്ടിടാം. അതൊക്കെ ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് മുറിച്ച് വെച്ച സവാള അതിലേക്കിടാം. എന്നിട്ടത് ഒന്ന് കളർ മാറുന്നത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലോട്ട് ചേർക്കാം. അതിനോട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം. അതിന് പച്ചക്കുത്ത് പോകുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ അതിൻ്റെ പച്ച മണം ഒന്ന് പോയിട്ടുണ്ട്. നമ്മൾക്ക് അതിലോട്ട് ഒരു 4 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച് ഒഴിക്കാം. അത് പുളിക്കനുസരിച്ച് നമുക്കിടാം. എന്നിട്ട് അതൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ നല്ലോണം കഴുകി വയ്ക്കുക. ഇപ്പോൾ ഇത് കുറച്ച് തിളയ്ക്കാൻ തുടങ്ങി. നമ്മൾക്കിപ്പോൾ മുറിച്ച് വെച്ച മീൻ കഷ്ണങ്ങൾ എല്ലാം ചേർക്കാം. ചേർത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. സൈഡിൽ നിന്ന് മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ എണ്ണ സൈഡിലോട്ട് വരും. അതാണ് നമ്മളുടെ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട സമയം. നമുക്ക് ഒരു തേങ്ങ അരച്ച് പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാൽ ഇതിലോട്ടേക്ക് ഒഴിക്കാം.
എന്നിട്ട് നമുക്ക് സൈഡിലൂടെ കുറച്ച് ഇളക്കി കൊടുക്കാം. ഫുൾ ഇളക്കാൻ പാടില്ല, അത് പൊട്ടിപ്പോകും. സോ ജസ്റ്റ് സൈഡിൽ നിന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് തിളയ്ക്കുന്നവരെ വയ്ക്കാം. ഇപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങി. നമുക്കിതിൽ ആവശ്യമുള്ള ഉപ്പെല്ലാം മതിയൊന്ന് നോക്കാം. എന്നിട്ട് ജസ്റ്റ് ഫുൾ ഇളക്കാതെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ടൊരു 20 മിനിറ്റ് നമ്മൾക്ക് വെക്കണം. നമ്മൾക്കൊരു 10 മിനിറ്റ് വരെ ഫസ്റ്റ് വെച്ചിട്ട് അങ്ങനെ തുറന്നിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിയോടെ ഇളക്കാതെ സൈഡ് മാത്രം ജസ്റ്റ് ഇളക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് നമുക്ക് കറി ഒന്ന് വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ സൈഡിലൂടെ എണ്ണയെല്ലാം വരുന്നത്. നമുക്ക് ഇതാണ് നമുക്ക് പാകം. നമുക്ക് എല്ലാ ഓയിലും മേലെ തെളിഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം ഫുള്ളായിരുന്നു.